ഒരു കാലത്ത് ഇന്ത്യയുമായി വളരെയധികം അടുപ്പമുണ്ടായിരുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ ചൈനയുമായി സൗഹൃദത്തിലായിരിക്കുന്നു. ചൈനയുമായുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് ഉയർത്തണമെന്ന് 4 ദിവസത്തെ ചൈന സന്ദർശനത്തിനെത്തിയ ബംഗ്ലാദേശിന്റെ ഇടക്കാല നേതാവ് മുഹമ്മദ് യൂനിസ് പറഞ്ഞു. ബംഗ്ലാദേശിന്റെ ചൈനയുമായുള്ള ബന്ധം ഏഷ്യയിൽ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ ഈ ബന്ധത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. യൂനിസിന്റെ 4 ദിവസത്തെ ചൈന യാത്രയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. ടീസ്റ്റ നദീ വിഷയത്തിൽ നിക്ഷേപം നടത്താൻ ചൈനീസ് കമ്പനികളെ ക്ഷണിക്കുക എന്നതായിരുന്നു ആദ്യ കാര്യം. രണ്ടാമത്തേത് ഗൾഫ് മേഖലയിൽ നിക്ഷേപം നടത്താൻ ചൈനയെ ക്ഷണിച്ചു എന്നതാണ്. ഇവ രണ്ടും ഇന്ത്യയിൽ സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ടീസ്റ്റ നദി വിഷയത്തിൽ ചൈന ഇടപെട്ടാൽ നദിയുടെ മേലുള്ള ഇന്ത്യയുടെ അവകാശങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണിത്. ബംഗ്ലാദേശിൽ വളരെ കുറച്ചു ദൂരം മാത്രമേ ഈ നദി ഒഴുകുന്നുള്ളൂ. അങ്ങനെയിരിക്കെയാണ് ഇന്ത്യക്ക് ഇതിൽ കൂടുതൽ അധികാരമുണ്ടെന്ന് തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിക്ഷേപത്തിന്റെ പേരിൽ ചൈന കടന്നുവന്നാൽ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി വലിയ തർക്കങ്ങളായിരിക്കും ഉടലെടുക്കുന്നത്. രണ്ടാമത്തെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യക്ക് ധാരാളം അധികാരമുണ്ട്. ഏറ്റവും പ്രധാനമായി ബംഗ്ലാദേശ് ഇതുവരെയും ഇന്ത്യയുടെ വ്യാപാര പങ്കാളിയായിരുന്നു എന്നുള്ളതാണ്. ഈ ബിസിനസ് ബംഗാൾ ഉൾക്കടലിന് വളരെ സഹായകരമാണ്. എന്നാൽ ചൈനീസ് നിക്ഷേപങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കുറയാൻ തുടങ്ങും. ഇതിലൂടെ ബംഗാൾ ഉൾക്കടലിന്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കും. കൂടാതെ ചൈനയുടെയും ബംഗ്ലാദേശിന്റെയും ലയനം ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പുതിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. എന്നിരുന്നാലും ഇതെല്ലാം ഉടനടി സംഭവിക്കുന്ന കാര്യമല്ല. ബംഗ്ലാദേശ് അധികാരത്തിലേറിയാൽ ചൈന ഒരിക്കലും അവിടെ നിക്ഷേപം നടത്തില്ല. ബംഗാളിൽ നിലനിൽക്കുന്ന അസാധാരണ സാഹചര്യമാണ് ഇതിന് കാരണം. അവിടെ വലിയ രാഷ്ട്രീയ കുഴപ്പങ്ങളാണ് നിലനിൽക്കുന്നത്. ഇതുപോലുള്ള ഒരു രാജ്യത്ത് ഒരു ബിസിനസ്സും സുഗമമായി നടക്കില്ല. അതുകൊണ്ട് ആരും നിക്ഷേപം നടത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല. വേണമെങ്കിൽ ചൈനയ്ക്ക് തൊഴിൽ സാമ്പത്തിക വികസനത്തിൽ നിക്ഷേപിക്കാം. ബംഗ്ലാദേശിൽ നിന്ന് ധാരാളം ആളുകൾ ചികിത്സയ്ക്കായി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇത് തടയുന്നതിനായി കുൻമിങ്ങിൽ ആശുപത്രികൾ നിർമ്മിക്കാൻ ചൈന പദ്ധതിയിട്ടേക്കാം. ചിറ്റഗോമിൽ നിന്ന് കുൻമിങ്ങിലേക്ക് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കാനും ചൈന ഒരുങ്ങുന്നുണ്ട്. എന്നാൽ വിമാന നിരക്കുകൾ കൂടുതലായതിനാൽ സാധാരണക്കാർക്ക് ഇത് ഗുണം ചെയ്യില്ല. ഇന്ത്യ ഈ സ്ഥിതിവിശേഷം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നത് ശ്രദ്ധേയമാണ്.